പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ 10 കുഷ്ഠരോഗികളെ യേശു സൗഖ്യമാക്കുന്നു. അതിൽ ഒരാൾ മാത്രം തിരികെ വന്ന് കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. നിയമങ്ങളും സാഹചര്യങ്ങളും ആരോഗ്യവും എല്ലാം അവർക്ക് പ്രതികൂലമായി നിൽക്കുമ്പോൾ കർത്താവിനെ കണ്ട മാത്രയിൽ അവർ കർത്താവിനോട് നിലവിളിക്കുക, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന്. അതെ, ആർക്കും ആമൻ അവരോട് കരുണ തോന്നാതിരുന്ന് ഒറ്റപ്പെട്ട ഒരനുഭവത്തിൽ നിൽക്കുമ്പോൾ, സമൂഹം അവരെ ഒറ്റപ്പെടുത്തുമ്പോൾ ഇതാ അവരുടെ അരികിലേക്ക് ഇറങ്ങിച്ചെന്ന് അതെ അവരുടെ നിലവിളിക്ക് മുൻപാകെ നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, അവരെ സൗഖ്യമാക്കുന്ന കർത്താവ്. അതേ പ്രിയരെ, സാഹചര്യങ്ങളും നിയമങ്ങളും ആമനൊക്കെ നമുക്ക് പ്രതികൂലമായി നിൽക്കുന്ന മാത്രകളിൽ ഇതാ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി ആമേൻ ആമേൻ മറ്റാരുമില്ലാതെ ഇരിക്കുന്ന ഇടത്ത് നമുക്ക് വേണ്ടി സഹായകനായി പ്രവർത്തിക്കുന്ന ദൈവം. അതെ, ഈ വചനത്തിലൂടെ ഒക്കെ കർത്താവ് നമ്മെ ഉറപ്പിക്കുന്നു. ഒരുപക്ഷെ ആർക്കും കരുണ തോന്നാതെ ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാം നിങ്ങൾ, പലവിധമായ വിഷയങ്ങൾക്ക് നടുവിൽ. എന്നാൽ അതിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, കർത്താവ് നിങ്ങളോട് കൂടെയുണ്ടെന്ന് ഈ വചനത്തിലൂടെ കർത്താവ് ഈ പ്രഭാതത്തിൽ സംസാരിക്കുന്നു. ഒറ്റ കാര്യം മാത്രം, കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുക. കർത്താവ് ചെയ്യുന്ന നന്മകളെ നന്ദിയുള്ളവരായി കർത്താവിന്റെ സന്നിധി ദിനം പ്രതി കർത്താവിനെ മഹത്വപ്പെടുത്തുക. അതെ, നമ്മെ കൈവിടാത്ത, നമ്മെ ഉപേക്ഷിക്കാത്ത ദൈവവചനം പറയുന്നുവല്ലോ, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നിന്നോട് കരുണയുള്ള ദൈവം, ആമേൻ ആമേൻ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. എത്രയെത്ര ജീവിത അനുഭവങ്ങളിലൂടെ എത്രയെത്ര ഭക്തന്മാർക്ക് വേണ്ടി സർവശക്തനായ ദൈവം കരുണയോടെ പ്രവർത്തിച്ചുവെങ്കിൽ നമുക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ ഭവനത്തിന് വേണ്ടി, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി കരുണയോടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഓരോ ദിവസം നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവിന് നന്ദി അർപ്പിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.